മഹാരാഷ്ട്ര താനെയിലെ RS ധമാനി സ്കൂളിൽ വിദ്യാർത്ഥികളെ ആർത്തവ പരിശോധനയ്ക്ക് വിധേയരാക്കി. ശുചിമുറിയിൽ രക്തക്കറ കണ്ടതിനെ തുടർന്നാണ് 10ാം തരം വരെയുള്ള വിദ്യാർത്ഥികളെ പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുന്നു. ശ്രീനാഥ്, പ്രാകൃതമായ നടപടിയെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്താണ് സംഭവിച്ചത്? തീർച്ചയായും പ്രവിത, കുട്ടികളിൽ ആർത്തവത്തെക്കുറിച്ച് അവബോധമുണ്ടാക്കേണ്ട അധ്യാപകരാണ് ഈ തരത്തിൽ പ്രാകൃതമായ ഒരു നടപടി സ്വീകരിക്കുകയും കുട്ടികളെ ആ തരത്തിൽ മാനസികമായി ബുദ്ധിമുട്ടുകയും ചെയ്തത്. ഇന്ന് ഷാപ്പൂരിലാണ്, അതായത് ഥാനയിലെ ഷാപ്പൂരിലുള്ള RS ധമാനി സ്കൂളിലാണ് ഈ സംഭവം ഉണ്ടായത്. പിന്നാലെ രക്ഷിതാക്കൾ വിവരമറിഞ്ഞ് അങ്ങോട്ടേക്ക് എത്തുന്നു. 5ാം തരം മുതൽ 10ാം തരം വരെയുള്ള വിദ്യാർത്ഥിനികളെയാണ് ശുചിമുറിയിലേക്ക് എത്തിച്ച് വസ്ത്രമഴിപ്പിച്ച് ഈ പരിശോധന നടത്തിയത്. ശുചിമുറിയിൽ രക്തക്കറ കണ്ടു എന്നത് പറഞ്ഞുകൊണ്ടാണ് ഈ തരത്തിലൊരു പരിശോധനയിലേക്ക് അധ്യാപകർ തന്നെ കടന്നത്. പിന്നാലെ വിവരമറിഞ്ഞ് രക്ഷിതാക്കൾ സ്കൂളിലേക്ക് എത്തി. അവരുടെ പ്രതിഷേധമാണ് നമ്മളിപ്പോൾ കാണുന്നത്. വലിയ പ്രതിഷേധം രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായി. സ്കൂൾ പ്രിൻസിപ്പളുടെ അടക്കം സസ്പെൻഡ് ചെയ്യണമെന്നും പോലീസ് കേസെടുത്ത് വലിയ ശിക്ഷ ഈ അധ്യാപകർക്ക് നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധമാണ് രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായത്. പിന്നീട് പലരെയും പോലീസിനെ അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് നീക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായി. വലിയ പ്രതിഷേധം ഇന്ന് ആ സ്കൂളിൽ നടന്നു. പ്രാകൃതമായ ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ. സ്കൂൾ അധികൃതർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടോ? അതിൽ പോലീസ് മറ്റെന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? പോലീസ് ഇപ്പോൾ ഈ വിഷയങ്ങളൊക്കെ തന്നെ പരിശോധിക്കുകയാണ്. കേസെടുക്കും എന്നതാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഏതെങ്കിലും തരത്തിലൊരു നടപടി എടുത്തിട്ടില്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ സ്കൂൾ പരിസരത്ത് ഒരു ക്രമസമാധാന പ്രശ്നമുണ്ട്. രക്ഷിതാക്കൾ വലിയ തോതിൽ സംഘടിച്ച് എത്തുകയും ഈ പ്രശ്നത്തിൽ വലിയ പ്രതിഷേധം ഉയർത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അധ്യാപകർക്കെതിരെ നടപടി ഉണ്ടാകും എന്നത് ഉറപ്പാണ്. സ്കൂൾ മാനേജ്മെന്റ് ഇപ്പോൾ ആ തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. ഔദ്യോഗികമായ ചില പ്രതികരണങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഏതായാലും പ്രിൻസിപ്പൽ അടക്കമുള്ളവർക്കെതിരെ നിയമ നടപടി തന്നെ വേണം എന്നതാണ് ഇപ്പോൾ രക്ഷിതാക്കളുടെ ആവശ്യം. അതുയർത്തിയാണ് വലിയ പ്രതിഷേധം ഉച്ചയ്ക്ക് ശേഷം സ്കൂളിൽ നടക്കുകയും ചെയ്തത്. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. മഹാരാഷ്ട്ര താനെയിലാണ് RS ധമാനി സ്കൂളിൽ വിദ്യാർത്ഥിനികളെ ആർത്തവ പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. ശുചിമുറിയിൽ രക്തക്കറ കണ്ടതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു പരിശോധനയ്ക്ക് സ്കൂൾ അധികൃതർ തയ്യാറായത്, അല്ലെങ്കിൽ സ്കൂൾ അധികൃതർ ഇത്തരത്തിലൊരു പ്രാകൃതമായ രീതി അവലംബിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്.